വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ, ഖത്തർ. അധ്യായം 303. ലഹരി തകർക്കുന്ന ജീവിതങ്ങൾ. മദ്യവും മയക്കുമരുന്നുകളും മനുഷ്യജീവിതം തകർക്കുന്നതിൻ്റെ ദുരന്ത വാർത്തകളുമായാണ് ഓരോ പ്രഭാതവും പുലരുന്നത്. കൊള്ളയും കൊലപാതകങ്ങളും കുടുംബ ബന്ധങ്ങൾ തകർക്കലുമടക്കമുള്ള നിരവധി കുറ്റകൃത്യങ്ങളുടെ നേരിട്ടുള്ള കാരണമാകുമ്പോഴും പ്രശ്നത്തിന് ശരിയായ പരിഹാരം തേടുന്നതിന് പകരം കണ്ണടച്ചിരുട്ടാക്കി നാം ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? മദ്യവും മയക്കുമരുന്നുകളും മാനവരാശിയുടെ ശാന്തിയും സമാധാനവും നശിപ്പിക്കുന്ന ദുരന്തങ്ങളാണെന്നും അവയ്ക്കെതിരെ ഭരണതലത്തിലും സാമൂഹ്യതലത്തിലും ശക്തമായ നടപടികളുണ്ടാകുന്നില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. രാജ്യത്ത് നടക്കുന്ന പല ക്രിമിനൽ പ്രവൃത്തികളുടെയും പിന്നിലെ പ്രധാന വില്ലൻ ലഹരിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും മദ്യവിപണനം പൊടിപൊടിക്കുന്ന നയപരിപാടികളാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നത് എന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ്. പൊതുജീവിതത്തെയും ക്യാമ്പസുകളെയുമൊക്കെ വരിഞ്ഞു മുറുക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുകയെന്നത് തന്നെ സമകാലിക ലോകത്തെ ഏറ്റവും വലിയ വിജയമന്ത്രങ്ങളിലൊന്നാണെന്ന് നാം തിരിച്ചറിയണം. ലോകത്ത് എന്നും ആഘോഷങ്ങളാണ്. സന്തോഷവും സന്താപവും ജയപരാജയങ്ങളും നേട്ടകോട്ടങ്ങളും മാത്രമല്ല, ജനനവും മരണവും വിവാഹവും വിവാഹമോചനവും ജോലി ലഭിക്കുന്നതും പ്രൊമോഷനും എന്നുവേണ്ട ജീവിതത്തിലെ ഓരോ അവസരങ്ങളും ആഘോഷിക്കുകയാണ് ലോകം. മുമ്പൊന്നുമില്ലാത്ത ആഘോഷലഹരിയാണ് ഉപഭോഗ സംസ്കാരവും മുതലാളിത്തവും ലോകമെമ്പാടും സൃഷ്ടിക്കുന്നത്. പുതുവർഷത്തെ വരവേൽക്കുന്നതും പെരുന്നാളുകളും ഓണവും ക്രിസ്തുമസുമെല്ലാം കൊണ്ടാടുന്നതും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പോലും നടക്കുന്നത്. മിക്ക ആഘോഷ പാർട്ടികളുടെയും ഏറ്റവും വലിയ സവിശേഷത മദ്യക്കുപ്പികളാണ് എന്നത് സാംസ്കാരിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയോ ദുരന്തമോ ആണ്. ആഘോഷങ്ങൾക്ക് നിറം പകരാൻ പ്രത്യേകമായി ലഹരി പദാർത്ഥങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നവർ, അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വീര്യം കൂടിയ മദ്യനിർമ്മാണത്തിനായി സ്പിരിറ്റ് കടത്തുന്നവർ, മയക്കുമരുന്ന് ശേഖരിക്കുന്നവർ എല്ലാം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ അലോസരപ്പെടുത്തുന്നവയാണ്. മദ്യമില്ലാതെ ആഘോഷമില്ല എന്നിടത്തോളം സമൂഹം അധപ്പതിക്കുമ്പോൾ ജീവിത വ്യവഹാരങ്ങളിലും ബന്ധങ്ങളിലും വിള്ളലുകൾ മാത്രമല്ല, പൊട്ടലുകളും ചീറ്റലുകളുമെല്ലാം സ്വാഭാവിക പരിണിതിയാകാം. ജീവിത ലക്ഷ്യവും മാർഗവും നിർണയിക്കുന്നിടത്ത് സംഭവിക്കുന്ന വീഴ്ചകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ആധുനിക ലോകത്ത് സൃഷ്ടിക്കുന്ന മാനസികവും സാമൂഹികവുമായ പ്രതിസന്ധിയുടെ ആഴം വളരെ വലുതാണെന്നാണ് ഇവിഷയകരമായ ഏതൊരന്വേഷണവും നമ്മോട് പറയുന്നത്. മുമ്പൊക്കെ മദ്യലഹരിയിൽ അഭയം തേടിയിരുന്നത് പ്രായം ചെന്നവരോ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരോ ഒക്കെയായിരുന്നു. കള്ളുകുടിയനെക്കുറിച്ച സങ്കല്പം തന്നെ അത്തരത്തിലുള്ള മോശപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് കൗമാരക്കാരും കോളേജ് വിദ്യാർത്ഥികളും അഭ്യസ്ത വിദ്യരുമടക്കം വലിയൊരു വിഭാഗം ജനങ്ങളും സുരപാനത്തിന്റെ ലഹരിയിൽ കൂത്താടുന്നവരാണ്. മാത്രവുമല്ല, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ലഹരി ഉപഭോഗത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വിരാജിക്കുന്നുവെന്നത് വലിയ സാമൂഹ്യ സാംസ്കാരിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മദ്യം മനുഷ്യന്റെ ശത്രുവാണ്. അത് കുറഞ്ഞ അളവിലും കൂടിയ അളവിലും മനുഷ്യന് നഷ്ടം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. മദ്യം തകർത്തെറിഞ്ഞ കുടുംബങ്ങളുടെ ദുരന്ത കഥകളും വ്യക്തികളുടെ നാശത്തിന്റെ ബാക്കി പത്രവുമൊക്കെ സ്വദേശത്തും വിദേശത്തുമൊക്കെയായി നമ്മുടെയൊക്കെ മനസ്സുകളിൽ സജീവമാണ്. ഇനിയും ഈ വിപത്ത് തുടരാൻ അനുവദിക്കണമോ എന്നത് നിയമപരമായ നിയന്ത്രണങ്ങൾക്കപ്പുറം മാനവിക സാഹോദര്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനസ്സുകളുടെ തീരുമാനമാണ്. നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതിലപ്പുറം സാമൂഹ്യ കൂട്ടായ്മയ്ക്കും ബോധവൽക്കരണത്തിനും ചെയ്യാനാകുമെന്ന തിരിച്ചറിവ് ഏറെ പ്രസക്തമാണ്. ആരോഗ്യപരവും മനുഷ്യത്വപരവും സാമ്പത്തികപരവുമായ അനേകം പ്രശ്നങ്ങളാണ് മദ്യപാനവും ലഹരി ഉപഭോഗവും കാരണം ഉണ്ടാകുന്നത്. എന്നിട്ടും പലർക്കും ഇന്ന് മദ്യം സൗഹൃദമാണ്, ആനന്ദമാണ്, ആഘോഷമാണ്, വിനോദമാണ്, ടോണിക്കാണ്, യുവത്വമാണ്, പൗരുഷമാണ്, പ്രേമസ്വരൂപമാണ്, ഇടപാടുകാർക്ക് പറ്റിയ തിരശീലയാണ്, പൊട്ടിച്ചിരിയാണ്, ആഠ്യത്വമാണ്, എന്തിന് പരിശുദ്ധവും അഭികാമ്യവുമാണ്. അതുകൊണ്ടുതന്നെ
അച്ഛനും മകനും ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് മതിമറന്നാടുന്ന ദുരവസ്ഥയ്ക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. സന്തോഷവും ദുഃഖവും വിജയവും പരാജയവുമൊക്കെ ആഘോഷിക്കുന്നത് ലഹരിയുടെ പശ്ചാത്തലത്തിലാകുമ്പോൾ ധാർമ്മിക സദാചാര മൂല്യങ്ങളൊക്കെ അന്യം നിൽക്കുകയും മൃഗീയമായ സാംസ്കാരിക ശൂന്യതയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്നു. ഔപചാരിക സ്വീകരണങ്ങളിൽ പോലും ലഹരി പദാർത്ഥങ്ങൾ വിളമ്പുന്നിടത്തോളം കാര്യങ്ങൾ എത്തുന്നുവെന്നത് അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. മദ്യപാനത്തോടുള്ള സമീപനമാണ് മാറേണ്ടത്. മദ്യപാനം അന്തസ്സിന് നിരക്കാത്ത തരം താഴ്ന്ന ഒരു സ്വഭാവമായി കണക്കാക്കുകയും സമൂഹത്തിലെ ഉന്നതരും സ്വാധീനമുള്ളവരുമെല്ലാം ഈ തിന്മയ്ക്കെതിരെ അണിനിരക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രബുദ്ധ കേരളത്തിൽ മദ്യപാനാസക്തി അനിയന്ത്രിതമായി വളരുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ റോഡപകടങ്ങളാൽ മരിക്കുന്ന മിക്ക കേസുകളിലും ലഹരിയുടെ സ്വാധീനം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റവാസനകൾ പെരുകുന്നതിലും ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിലും കുടുംബ ബന്ധങ്ങൾ തകരുന്നതിലുമൊക്കെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പങ്ക് ചെറുതല്ല. റവന്യൂ വരുമാനത്തിൻ്റെ പേരിൽ മദ്യം വിളമ്പുന്ന സർക്കാരുകൾ ലഹരി തീർക്കുന്ന ദുരന്തങ്ങളുടെ കണക്കെടുക്കാൻ തയ്യാറായാൽ പിന്നീടൊരിക്കലും ആർക്കും ലഹരിക്കനുകൂലമായ നിലപാടെടുക്കാനാവുകയില്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ കൈകോർക്കാനായെങ്കിൽ എന്നാശിക്കുന്നു. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.